ഇതെന്ത് ചമ്മന്തിയാണെന്നറിയാമോ? ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക്. അതായത് വഴുതനങ്ങ ചമ്മന്തി കേട്ടോ. വഴുതനങ്ങ നമുക്കിതുപോലെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. 2 തരത്തിൽ വഴുതനങ്ങ ചമ്മന്തി വെക്കാം. ചുട്ടും എടുക്കാം നമുക്ക് കേട്ടോ. ഗ്രില്ലിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെയും കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വഴുതനങ്ങ എൻ്റെ മുകൾ ഭാഗത്ത് എണ്ണയൊക്കെ തേച്ച് ചുട്ടെടുക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ പാനിൻ്റെ അകത്ത് 1 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ. ബാക്കി മുളകൊക്കെ ചുട്ടെടുക്കുന്ന പോലെ എടുക്കുക കേട്ടോ. ചുട്ടെടുത്ത് അത് മാറ്റി വെക്കുക. വെളുത്തുള്ളി നന്നായിട്ട് ചുട്ട് വന്നതിന് ശേഷം അത് മാറ്റി വെക്കണം. പിന്നീട് നമുക്കൊരു സവോളയും 2 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ സവോളയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ചുട്ടെടുക്കാൻ വെച്ചിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ പിന്നീട് അതിനെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് അടച്ച് വെക്കണേ. അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇത് വെന്ത് വരും നന്നായിട്ട്. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതിയുടെ അതെല്ലാം പെട്ടെന്നാവും ചുട്ടെടുക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിലത്തെ സ്കിന്നെല്ലാം കളഞ്ഞ് അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അത് ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതുകൊണ്ട് ഞാൻ അത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഈ വഴറ്റുന്നതിൻ്റെ അകത്തേക്ക് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂടൻ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്കതിനെ ഒന്നെങ്കിൽ ഇടിക്കുന്ന വലിയ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് പ്രസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും തൂക്കി ഇളക്കി നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ നോയമ്പ് കാലത്ത് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം